ഹായ്. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് വാർപ്പൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ അവിടുന്ന് കുറച്ച് സിമൻറ്റ് ചാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സിമൻറ്റ് ചാക്ക് ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ അടിവശം ഒന്നും കെട്ടാതെ നല്ല റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടതേ, നമ്മൾ ചാക്കിൻ്റെ അടിവശം കെട്ടിയിട്ട് നമുക്ക് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല റൗണ്ടായി കിട്ടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അതേപോലെ തന്നെ ഇത് നമുക്ക് അങ്ങനെ കെട്ടാതെ, അതായത് മടിയന്മാർക്ക് കെട്ടിയൊക്കെ സമയം കളയാനൊക്കെ മടിയുള്ളവരെ ചിലരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഇതുപോലെയൊക്കെ കിട്ടുന്ന സിമൻറ്റ് ചാക്കിൽ നല്ലതുപോലെ വളങ്ങളൊക്കെ നിറച്ചിട്ട് നമ്മൾ ചെടി അങ്ങ് നടും. അത് നടുന്ന സമയത്ത് ഇതിങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ കാണാൻ ഒരു വൃത്തി ഉണ്ടായില്ല. കാരണം ഇതിൻ്റെ രണ്ട് വശവും ഇതുപോലെ ഇങ്ങനെ തോണി പോലെ ഇങ്ങനെ ഓഞ്ഞിരിക്കും. അപ്പോൾ ഒരു വൃത്തി ഉണ്ടായില്ല, ഒരു ഐശ്വര്യമില്ല. അപ്പം നമുക്ക് എന്താ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് കെട്ടുമൊന്നും ചെയ്യാതെ അടിവശം കെട്ടാതെ നമുക്കിതിനെ റൗണ്ടാക്കി എടുക്കാവേ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് വളങ്ങളൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മറിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം ഇതിൻ്റെ പുറവശം, അതായത് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടമേ. ഇതുപോലെ എല്ലാം ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ നടുവാണെങ്കിൽ എല്ലാം ഇതേപോലെ ഒരുപോലെ ഇരിക്കുന്ന കാണാൻ ഒരു രസമുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ദൂരെ നിന്ന് നോക്കിയാലേ നമ്മൾ ഗ്രോ ബാഗ് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് അടി മറിച്ച് വെച്ചിട്ടോ. സിമൻ്റൊക്കെ കളഞ്ഞൊക്കെ ഞാൻ കഴുകിയൊക്കെ എടുത്ത് വെച്ചതാണ്. അതുകൊണ്ട് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചാൽ. അപ്പോൾ ഇപ്പം ഇങ്ങനെ കിട്ടിയില്ലേ. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് കരിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കരിയിലയുടെ മുകളിൽ നമുക്ക് മണ്ണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇട്ട് കൊടുക്കാവേ. ഇങ്ങനെ ഒന്നിച്ചിട്ട് കൊടുക്കുക. ഞാൻ ആദ്യം നമ്മുടെ കരിയിലയുടെ മുകളിലേ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലും പൊടികളൊക്കെ എടുത്ത് കളഞ്ഞ് മണ്ണാണ്. പിന്നെ നമ്മളിതിനകത്ത് ഞാൻ കോഴിവളവും അതുപോലെ ചാണകപ്പൊടി നമ്മുടെ അടുക്കള വേസ്റ്റും കൂടെ മിക്സ് ആക്കി എടുത്ത് വെച്ചാൽ കേട്ടോ. ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിനകത്തേക്ക് ഒരു തൈ നടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നമ്മൾ വളങ്ങളൊക്കെ നിറച്ചാലേ നമുക്കിത് ഷേപ്പ് ആക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് അതും നമ്മുടെ കയ്യിൽ ഏതൊക്കെ വളമുള്ള നമ്മൾ ഏത് ചെടിയാണ് നടുന്നത് അതൊക്കെ അനുസരിച്ച് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതും അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചാക്കിരിക്കുന്ന ഷേപ്പ് കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ ഈ രണ്ട് വശം ഇങ്ങനെ തള്ളിയിരിക്കും. ഒരു വശം ഇങ്ങോട്ടും ഇരിക്കും, ഒരു വശം ഇങ്ങോട്ടും. പിന്നെ ഇതിൻ്റെ അടിവശം കണ്ടോ, ഇത് ഒന്ന് ഇങ്ങോട്ടും തള്ളിയിരിക്കും, ഈ ഒരു വശം ഇങ്ങോട്ടും തള്ളിയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെടി നടുമ്പം ഒരു വൃത്തി ഉണ്ടാകില്ല കാണാൻ വേണ്ടി അല്ലേ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഈ ഒരു സംഭവം ഇതൊക്കെ നമ്മൾ നിറച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു മൂല കണ്ടോ, ഈ ഒരു മൂല നമ്മൾ രണ്ട് വശത്തും കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചെടുക്കണം. ഇതുണ്ടോ. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു വശവും ഇതേപോലെ ഇങ്ങനെയൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം. നമ്മുടെ ചാക്ക് കണ്ടോ, നല്ല സൂപ്പറായിട്ട് റൗണ്ട്. നമ്മളത് മണ്ണൊക്കെ നിറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെടി എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അങ്ങ് കൊണ്ടുപോയി വെക്കണം കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാക്ക് കണ്ടോ നല്ല റൗണ്ടായിട്ട് കിട്ടും. എങ്ങനെയുണ്ട് നമ്മളിത് കണ്ടോ, ഈ ഒരു സിമൻറ്റ് ചാക്കിന്. അപ്പം നമ്മളിനി ഇത് എടുത്ത് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ ഇത് വീണ്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പഴയ രൂപത്തിലേക്ക് വരും. അപ്പോൾ വീണ്ടും നമ്മളെ കൊണ്ടുവച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നമ്മുടെ ചാങ്ക് ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അടി കെട്ടിക്കൊടുക്കണ്ട. പിന്നെ എന്താണ് അടി കെട്ടിക്കൊടുത്താൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വേറെ എവിടെ എടുത്തിട്ട് വെക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ചെയ്യണ്ട. പക്ഷേ ഇതിനെ നമ്മൾ എടുത്ത് വേറെ എടുത്തിട്ട് വെക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള സിമൻറ്റ് ചാക്ക് ചിലവരൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ചെയ്തവർക്ക് ഇതൊന്നും വലിയ അത്ഭുതമല്ല. പക്ഷെ ഇത് ചെയ്യാത്തവർ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള സിമൻറ്റ് ചാക്കൊക്കെ കിട്ടിയിട്ടേ ഇതിൽ ഇതുപോലെ വളങ്ങളൊക്കെ നിറച്ചിട്ട് നമ്മൾ ചെടി നട്ടിട്ട് ഇതേ രൂപത്തിൽ ഇതാത് തോണി പോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇനി ഇതുപോലെ സിമൻറ്റ് ചാക്ക് കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.